ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അൻസിബയുടെ പേര്. കാരണം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വെളിയിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അൻസിബ ഉണ്ടെങ്കിൽ ഒരു ഫയലുമായിട്ട് കയറി വന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും ഉണ്ടെങ്കിൽ വായ അടപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബാക്കിയുള്ളവർ ഇത് കണക്ക് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല കാര്യങ്ങളും ഒന്നും ഇല്ലെന്നുള്ള രീതിയിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന കമ്മിറ്റി മെമ്പേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൻസിബ വന്ന ഓരോരോ കാര്യങ്ങൾ ഇത് കണക്ക് നിരത്തിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പേരുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാൻ തുടങ്ങി. ലക്ഷ്മി പ്രിയ ഉണ്ടെങ്കിൽ വെളിയിറങ്ങിയ സമയത്തുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. ബാക്കിയുള്ള സൈഡിൽ നിന്ന് എന്തുവാണ് പറയേണ്ടത് അല്ലെങ്കിൽ ബാക്കിയുള്ള അഭിപ്രായം എന്തുവാണ് അവർക്ക് എന്തുവാണ് പറയാനുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും കേൾക്കേണ്ട, ഒരു സൈഡ് മാത്രം കേട്ടിട്ടാണ് തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഞാൻ ഇതിൽ നിന്ന് വെളിയിറങ്ങിയാൽ പോലും ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടി എന്തായാലും ഞാൻ പ്രതികരിക്കും, അങ്ങനെ വിട്ട് കളയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് ഒരുപാട് നടിമാരും നടന്മാരും വെളിയിൽ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അൻസിബ ഉണ്ടെങ്കിൽ നിന്ന സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. ആർക്കും ഉണ്ടെങ്കിൽ അതിന് എന്തുകൊണ്ട് തെറ്റെന്നുള്ള രീതിയിൽ പറയാൻ സാധിച്ചില്ല. ഒരുപാട് പേരെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അൻസിബയെ പ്രതിയാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. പെൺകുട്ടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ ഒരു ജയം കിട്ടിയെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.